എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. കണ്ടാൽ ക്യാബേജ് തോരനാണെന്ന് തോന്നും, എന്നാൽ ഇത് പച്ച പപ്പായ തോരനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ച പപ്പായ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ പച്ച പപ്പായ തോരൻ ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ പച്ച പപ്പായ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലൊരു പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറിച്ചെടുത്ത് ഇതിൻ്റെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്ത് കൊണ്ടുവരാം. അത് കഴിഞ്ഞ് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ പപ്പായ എല്ലാം തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ പപ്പായ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ടല്ല, കുറച്ച് വലുപ്പമുള്ള ഇതിലാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് കയ്യിലെടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം കളയണം. നിറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് വേണം നമ്മൾ എടുക്കാൻ. നമുക്ക് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞെടുക്കാം. നല്ലതുപോലെ വെള്ളമുണ്ട്. ആ വെള്ളം കളഞ്ഞാണ് എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ തോരൻ മൊത്തം കുഴഞ്ഞു പോവും. അപ്പം വെള്ളമെല്ലാം പിഴിഞ്ഞ് നമ്മൾ പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളം പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പപ്പായ ആണിത്. ഇത് അതിനുള്ളിൽ നിന്നും വന്ന വെള്ളമാണ്. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു അതിനുള്ളിൽ. അപ്പോൾ നമ്മളെപ്പോഴും പപ്പായ തോരൻ വെക്കുമ്പം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് കൈകൊണ്ട് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തോരൻ വെക്കാവുള്ളൂ. ഇല്ലെങ്കിൽ വളരെ ഇതായിട്ട് കുഴഞ്ഞു പോവും. ഇത് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ഇതിനുള്ളിൽ. ഇനി നമുക്ക് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാർ എടുത്തു. നമുക്കതിലേക്ക് കുറച്ച് സവോള, ഒരു സവോളയുടെ പകുതി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക്. എരിവ് എത്ര ഉണ്ടോ അതനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ചിരകിയത് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരയേണ്ട, ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പപ്പായ തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പം ഇവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കണം. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടുന്നുണ്ട്. നല്ലതുപോലെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പൊന്ന് മൂക്കണം, ഇതിൻ്റെ പച്ചപ്പ് പോകണം. അതുവരേക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ പച്ചപ്പ് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെള്ളം കളഞ്ഞ് പിഴിഞ്ഞ് വെച്ച നമ്മളുടെ പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി തേങ്ങായും ഒക്കെ ആയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തു.
ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല, ഉപ്പ് നോക്കിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില അതുകൂടെ ഒന്ന് ചേർത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ തട്ടിപ്പൊത്തി വെക്കുക. അതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. മൂടി വെച്ചിട്ട് പോകരുത്, ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ, അത് വീണ്ടും വന്ന് ഇളക്കിയിടാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് അടപ്പ് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. വീണ്ടും നമ്മൾ നല്ലതുപോലെ തട്ടിപ്പൊത്തി വെച്ചു. വീണ്ടും അടച്ചു വെക്കുക. 2 മിനിറ്റ് കഴിയും വീണ്ടും ഇളക്കിയിടുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടുകൊണ്ടേ ഇരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അടിവശവും കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടും. നമ്മൾ വെള്ളം ചേർക്കുന്നേ ഇല്ല, വെള്ളം ചേർക്കാതാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള പപ്പായ നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ പപ്പായ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് കൂടെ നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡിയാവും. ഇനി നമുക്ക് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് തുറന്ന് തന്നെ വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി അധികമുള്ള വെള്ളം ഒന്ന് പറ്റിപ്പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുന്നത്. ബാക്കിയുള്ള വെള്ളമെല്ലാം പറ്റി നമ്മുടെ തോരൻ നല്ല രസകരമായിട്ട് നമുക്ക് കിട്ടും. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഇത്. ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പപ്പായ തോരനാണ്. അപ്പോൾ നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ വരുന്നവരെ ചെറിയ ഇടവേള. അതുവരേക്കും ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.